എനിക്ക് കത്തോലിക്ക ദൈവശാസ്ത്രത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ അദ്ദേഹം വചനം പ്രസംഗിക്കേണ്ട ആവശ്യമേ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പതിവ് രീതികൾ തന്നെ ബൈബിളിനെ നല്ല രീതിയിൽ പ്രതിനിധാനം ചെയ്യുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ 45ാമത് അപ്പോസ്തലിക പര്യടനത്തിൽ ഇന്തോനേഷ്യയിലെ ഒരു മുസ്ലിം ജേർണലിസ്റ്റ് പാപ്പയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിവ. ഫസ്റ്റ് ക്ലാസ് യാത്രികനാകാതെ സാധാരണ ജനങ്ങൾക്കൊപ്പം ഫ്ലൈറ്റിലിരുന്ന് തൻ്റെ സന്ദർശന വേളയ്ക്കായി മുൻകൂട്ടി ഇന്തോനേഷ്യയിൽ തയ്യാറാക്കിയിരുന്ന വില കൂടിയ കാറും 5 സ്റ്റാർ ഹോട്ടലിലെ താമസവും വേണ്ടെന്ന് വെച്ച് ഒരു ടൊയോട്ടോ ഇന്നോവയും ഇന്തോനേഷ്യൻ വത്തിക്കാൻ എംബസിയിലെ താമസവും തിരഞ്ഞെടുത്ത് വീൽ ചെയറിൽ എല്ലായിടത്തേക്കും എത്തുന്ന 87 വയസ്സുള്ള പാപ്പയുടെ അത്ഭുതപ്പെടുത്തുന്ന ലാളിത്യം കണ്ടാണ് ആ യുവതി ഇങ്ങനെ പറഞ്ഞത്: പരിശുദ്ധ ജപമാല ഭക്തിയുടെ നിറവിൽ സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവസ്നേഹാനുഭവത്തിൻ്റെയും ദൈവഭക്തിയുടെയും മാതൃസ്നേഹത്തിൻ്റെയും വഴികളിലൂടെ ലാളിത്യത്തിൻ്റെ മഹനീയ മാതൃകയായ പരിശുദ്ധ അമ്മയോടൊപ്പം നാം വഴി നടക്കുന്ന പുണ്യദിനങ്ങളാണല്ലോ ഒക്ടോബർ മാസം. ജപമാല ഭക്തിയുടെ ധ്യാനാത്മകമായ ആഴങ്ങളിലൂടെ ദൈവകരുണയുടെ മുൻപിൽ വിശ്വസ്തതാപൂർവം സമർപ്പിക്കുന്ന ഈ ദിനങ്ങൾ മരിയ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹങ്ങളെ അടുത്തറിയുന്ന സമയവുമാണ്. ജപമാല വിശുദ്ധിയിലും എളിമയിലും നമ്മെ വളരുവാൻ സഹായിക്കുന്ന ശക്തിയേറിയ ഒരു ആയുധമാണ്. മാതാവ് നമുക്ക് യേശുവിൻ്റെ സമ്മാനമാണ്. അതുപോലെ ജപമാല നമുക്ക് നമ്മുടെ അമ്മയുടെ സമ്മാനമാണ്. കാരണം ഓരോ ജപമാല രഹസ്യത്തിലും നമ്മുടെ രക്ഷകനായ ക്രിസ്തു നമ്മോട് പ്രകടിപ്പിച്ച സ്നേഹമാണ് ധ്യാനിക്കുന്നത്. ആ വിശിഷ്ട സമ്മാനം നാം ഭക്തിയോടെ ചൊല്ലുമ്പോഴും അതിൽ നിന്ന് നാം പ്രചോദനം നേടുമ്പോഴും നമ്മൾ പരിശുദ്ധ അമ്മയുടെ എളിമയുടെ മാതൃകയാണ് പിൻചൊല്ലുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നൽകിയ ജപമാലയാകുന്ന ആ സമ്മാനത്തെ മുറുകെ പിടിച്ച് ലാളിത്യത്തിൻ്റെ മഹനീയ മാതൃക നമുക്കും സ്വീകരിക്കാം.